രാവിലെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല അടിപൊളി കോടയാണ് കേട്ടോ കാണുന്നത്. നല്ല മഞ്ഞുണ്ട്. ഒരു പനി വന്ന് കുറഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. മഞ്ഞ് കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെക്കുന്നുണ്ട്. കാരണം നല്ല മഞ്ഞ് പോലെ തന്നെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമുക്ക് നല്ല ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ കിട്ടിയിട്ടുണ്ടേനു. അത് വെച്ച് ഞാൻ നല്ല രീതിയിൽ തീയെല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. രാവിലത്തെ തണുപ്പ് കൊണ്ട് തന്നെ ആർക്കും എണീക്കാനൊന്നും തോന്നുന്നില്ല. ഇത് അമ്മമ്മയെല്ലാം ഇപ്പാന്ന് എണീച്ച് വരുന്നത്. നല്ല തണുപ്പുള്ള ആ സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര രസം തന്നെയാണ് കേട്ടാ. രാവിലെ തന്നെ എണീച്ച് മിറ്റടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടേനും, പക്ഷെ നല്ല മഞ്ഞായോണ്ടാണ് പുറത്തേക്ക് കീയാത്തത്. അപ്പൊ ഇതാ ഞാൻ ഇറയെല്ലാം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ എണീക്കാൻ നേരം വൈകിയോണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം വേഗം വേഗം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാ യൂണിഫോം ഇന്നലെ രാത്രി അയൺ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടേനു, അതിപ്പോ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ യൂണിഫോം ഞാൻ വേറെ ആർക്കും അയൺ ചെയ്യാൻ കൊടുക്കലില്ല കേട്ടോ. കാരണം ഞാൻ തന്നെ അയൺ ചെയ്താൽ മാത്രമേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടലുള്ളൂ. ഏട്ടൻ ചില സമയത്ത് അയൺ ചെയ്യാൻ നോക്കലുണ്ട്, പക്ഷെ ഞാൻ ചെയ്യാൻ വിടലില്ല. അങ്ങനെ ഇത് ഏട്ടൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഏട്ടൻ രാവിലെ പോക്കുണ്ട്. അപ്പൊ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഏട്ടൻ എന്നാ ജോലിന്ന്. ഏട്ടൻ ടൈലിന്റെ വർക്കറാണ് കേട്ടാ. ഏതെല്ലോ കമന്റ്സിൽ ഏട്ടൻ എന്നാ ജോലി എന്നെല്ലാം ചോദിച്ച പോലെ ഞാൻ കണ്ടിട്ടുണ്ടേനു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിവിടെ പറഞ്ഞത്. അങ്ങനെ ഇത് ഏട്ടൻ പോയിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. എനക്കും ഡ്യൂട്ടിക്ക് പോവേണ്ടതാണ്. അപ്പൊ ഇന്ന് ഓൾറെഡി നല്ല പോലെ നേരം വൈകിയിട്ടുണ്ട്. വേഗം ഒന്ന് കുളിച്ചിട്ട് വരാന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ പോകുന്നത്. അപ്പൊ പുറത്തെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ മഞ്ഞെല്ലാം ഏകദേശം മാറിയിട്ടുണ്ട്. ചെറിയ വെയിലെല്ലാം അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത് നല്ല ക്ലൈമറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അനക്കെന്തോ എന്റെ വീടിന്റെ ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ലൊരു ഫീലാണ് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുമ്പോൾ. അങ്ങനെ ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഡ്യൂട്ടിക്ക് പോകാൻ പെട്ടെന്നൊന്ന് റെഡിയാവാ. അപ്പൊ ഇതാ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനൊരു പൗഡറാണ് കേട്ടോ ഇടുന്നത്. വേറൊന്നും ഞാൻ ഇടലില്ല, ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇടലില്ല. അപ്പൊ അതെല്ലാം ഒന്ന് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഐബ്രോസ് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രൗൺ കളറാണ് കേട്ടോ യൂസ് ചെയ്യല്, ബ്ലാക്ക് യൂസ് ചെയ്യലില്ല. അങ്ങനെ ഒരു പൊട്ടെല്ലാം കുത്തിയതിന് ശേഷം ഐലൈനർ ഇടാനാണ് നോക്കുന്നത്. ഞാൻ ഡാസ്ലറിന്റെ ഐലൈനർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മസ്കാര അപ്ലൈ ചെയ്തു. ഞാൻ മെബലൈൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യല്. അതിനുശേഷം സിന്ദൂരം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞാനിന്ന് കൊണ്ടുപോകുന്ന ബാഗ്. ഞാൻ സ്ഥിരം കൊണ്ടുപോകുന്ന ബാഗ് ഞാൻ കഴുകി ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇതൊരു ചന്ദനം കൂടി തൊട്ടതിന് ശേഷം നമുക്ക് വേഗം ഇറങ്ങാട്ടോ. ഞാൻ ഓൾറെഡി നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.